ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു വിനോദിനെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് തല്ലി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ലാസ്റ്റ് നീ ഇവിടുന്ന് പൊക്കോ, എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം ഗോവിന്ദാണെങ്കിൽ രേഖയും ഗോവിന്ദും കൂടി ഡോക്ടറുടെ റൂമിലേക്ക് പോയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പ്രിയമോളുടെ സർജറി നടത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്, കുഞ്ഞിനൊക്കെ പുറത്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഡോക്ടർ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗോവിന്ദൻ്റെ കയ്യിൽ ആ ഒരു താലിമാലയൊക്കെ നേഴ്സ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും പിടിച്ചുകൊണ്ട് പൊട്ടി കരയാണ് ഗോവിന്ദ് ചെയ്യുന്നത്. മുറുക്കെ പിടിച്ചുകൊണ്ട് കരയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം ഗോവിന്ദും രാധികാമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കാണിക്കുന്നത്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, അവളും വിനോദും ഗൂഢാലോചന നടത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, എങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ഒരു സമയത്തും പ്രിയമോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ അവിടെ കിടക്കുമ്പോൾ പോലും ഈ ഒരു അവസരം മുതലെടുത്തിട്ട് രാധികാമ്മ ഗീതുവിനെ പുറത്താക്കാനുള്ള പരിപാടിയാണല്ലോ നോക്കുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഗോവിന്ദ് ചെയ്യുന്നത്. അതിനുശേഷം ഗോവിന്ദൻ്റെ അടുത്ത് ഒരു സ്റ്റാഫ് വന്ന് പറയാണ് കുഞ്ഞ് സേഫാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് വേഗം ഓടി ചെല്ലാണ് കുഞ്ഞിനെ കാണാനായിട്ട്. നോക്കുമ്പോൾ ഗീതു തൻ്റെ മാറോട് അണച്ച് കുഞ്ഞിനെ ഇങ്ങനെ തലോടുന്നതാണ് നമ്മുടെ ഗോവിന്ദ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പെണ്ണിനെ കണ്ടില്ലെന്ന് വെക്കാൻ എൻ്റെ കണ്ണുകൾക്കാവില്ല, എൻ്റെ ഹൃദയത്തിനാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീതു ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ കുഞ്ഞിനെ തലോടിക്കൊണ്ട് പറയുന്നത്, ഇതെൻ്റെ കടമ മാത്രമല്ല, കണ്ണേട്ടനോടുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രണയമാണ് എന്നിങ്ങനെ പറയാണ് ചെയ്യുന്നത് കേട്ടോ. ഗോവിന്ദ് എന്നിട്ട് നേരെ ചെല്ലുന്നത് രാധികാമ്മയുടെ അടുത്തായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഗീതുവിൻ്റെ കാര്യത്തിൽ ഇനി രാധികാമ്മ ഇടപെടണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ആഴ്ചയിൽ ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ രാധികാമ്മയുടെ പതനം തന്നെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.